നമസ്കാരം. പലരും എന്നെ വിളിച്ച് പറയുന്നു, ഒരുപാട് നാൾ കൊണ്ട് പല പല ജോലികൾ ചെയ്യുന്നു, ഒന്നിനും ഒരു ഉയർച്ചയില്ല, എത്ര കടന്ന് ശ്രമിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഒരു സാമ്പത്തിക നേട്ടമോ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഏതൊക്കെ രീതിയിൽ കടമെടുത്തായിരുന്നാലും എങ്ങനെ ഇരുന്നാലും എന്തെങ്കിലും ചെയ്ത് ബിസിനസ് വളർത്താനോ അല്ലെങ്കിൽ ആ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്യുമ്പോഴെല്ലാം അത് കടത്തിന്മേൽ കടവുമായി മൊത്തം അങ്ങ് നശിച്ചു പോകുന്നു. ഉള്ളതും കൂടി നശിക്കുന്ന ലെവലിലേക്ക് പോകുന്നു. അത് എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ പിന്നിലൊരു കാര്യം, ഒന്ന്, ദൈവം എനിക്ക് പറഞ്ഞു തന്നൊരു വിഷയം, ഭൂമിയിൽ ഓരോ വ്യക്തികൾ ജനിക്കുമ്പോഴും അവർക്കൊരു കർമ്മം അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖല പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണോ അത് കണ്ടെത്തി ആ ജനിക്കുമ്പോൾ പ്ലാൻ ചെയ്ത തൊഴിലിലേക്ക് ആര് കടക്കുന്നുവോ അവർക്കെന്നും ഉയർച്ച തന്നെയായിരിക്കും. കാര്യം അവർ ദൈവം വെച്ചിരിക്കുന്ന ആ തൊഴിൽ മേഖലയിലെ ആ പാതയിൽ അവർ കറക്റ്റായി എത്തി. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ പലർക്കും ഇത് കറക്റ്റാ തിരഞ്ഞെടുത്താൽ ഇതിലോട്ട് അവർ എത്തൂല. അപ്പുറത്തവരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധത്തിലാരെങ്കിലോ എന്തെങ്കിലും ഒരു തൊഴിലൊരു ഉയർച്ച കണ്ടാൽ ഇത് നല്ലൊരു ഫീൽഡാണ്, നല്ലൊരു മേഖലയാണെന്നും ഇതിലൂടെ എനിക്കൊരു ഉയർച്ച വരുമെന്നും കരുതി അതിലോട്ടങ്ങ് ചാടി പുറപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ആ ഉയർച്ച വന്നത് അയാളുടെ തൊഴിൽ മേഖല അതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ ഉയർച്ച വരാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് പറഞ്ഞിരിക്കുന്ന തൊഴിൽ മേഖല വേറെന്തോ ആണ്, അത് കണ്ടെത്തുന്നില്ല. പക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ആ ജനനവും അല്ലെ ഗ്രഹനിലയും ഇതൊക്കെ വെച്ച് ശരിക്കും നമുക്കത് കണ്ടുപിടിക്കാം. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം മിക്കവരും ജനിച്ചിരിക്കുന്നത് നോർമൽ പ്രസവത്തിലായിരിക്കില്ല, സിസേറിയനിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ആ നിയമം അല്ലെങ്കിൽ ആ ജനനാവുള്ള ആ കാര്യങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവിടെ തെറ്റിക്കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഹരിച്ചും കുണിച്ച് നോക്കുന്ന വ്യക്തി, ആ ജ്യോത്സ്യരോ ആരായിരുന്നാലും, പുള്ളിക്ക് അത്ര കണ്ട് ജ്ഞാനമോ അറിവോ ഇല്ലെങ്കിൽ അത് പിന്നെയും തെറ്റും. അങ്ങനെ വരുമ്പോൾ ഇവരെയൊക്കെ ആശ്രയിച്ച് ഇതൊക്കെ നോക്കാൻ പോകുന്ന വ്യക്തികൾക്കെല്ലാം കാര്യങ്ങളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കും. ഈ ഒരു കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു. കാരണം ഇതൊക്കെ നോക്കി ഹരിച്ചും ഗുണിച്ചും ജനങ്ങളെ സഹായിക്കേണ്ട ചില ജോലികൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം തെറ്റി ഈ ഭൗതിക നേട്ടത്തിനായി അവർ മൊത്തം തകിടമറിച്ച് കഴിഞ്ഞു. ചിലർ മാത്രമേ കറക്റ്റായിട്ട് സത്യസന്ധമായിട്ടും കാര്യങ്ങൾ നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുള്ളൂ. ചില ദൈവിക രീതിയിൽ നിൽക്കുന്ന, ഇപ്പൊ ക്രിസ്ത്യൻ മതമാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും അവർക്കൊക്കെ ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ ദൈവത്തിൽ നിന്ന് കിട്ടും. പക്ഷെ അക്കൂട്ടരും പലരും തെറ്റി നിൽക്കുന്നത് കാരണം, എല്ലാ ഭൗതിക ജഡീക സുഖത്തിലേക്ക് വീഴുന്നത് കാരണം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും കംപ്ലീറ്റും ഇപ്പോൾ തെറ്റാണ്. അത് കാരണം അവരിൽ നിന്ന് കിട്ടുന്നതും തെറ്റായി പോകുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ദൈവം എന്താണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഓരോരുത്തരുടെ ഉള്ളിലും ആത്മീയ വളർച്ച നടന്ന് അവരവർക്ക് ദൈവമായ ബന്ധം വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്കാണ് ദൈവം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അത് എല്ലാവർക്കും ഇല്ല, ആത്മീയ വളർച്ച ഉള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. ഒരു ആത്മീയ വളർച്ചയും ഇല്ലാത്തൊരു വ്യക്തിക്ക് ആ ലെവലിലേക്ക് എത്തി ദൈവത്തിൽ നിന്നും ഈ തൊഴിൽ മേഖലയും അല്ലെ ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരുപാട് പേർ ദൈവികമായി ജനിച്ച ഒരുപാട് ആത്മാക്കളുണ്ട്. അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ആത്മമണ്ഡലം കുറച്ച് പവർഫുള്ളാണ്. അവർ ദർശനങ്ങളും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ആത്മീയ സഞ്ചാരങ്ങളും ഇതൊക്കെ നടക്കുന്നവരും ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ തിന്മയുടെ ശക്തികൾ ഇത് മനസ്സിലാക്കി അവരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം അവർക്ക് ആത്മീയ വളർച്ചയും വരുന്നില്ല. അപ്പൊ എന്നിലൂടെ ദൈവം ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർക്കൊക്കെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട അല്ലെങ്കിൽ എന്താണ് അവരെ ഏത് മേഖലയിലാണ് അവരെ കുരുങ്ങിക്കിടക്കുന്നത് അത് അവരെയൊക്കെ അറിയിക്കുക. അപ്പൊ ഞാൻ ഈ മെസ്സേജുകൾ വിടുമ്പോൾ ഈ ഓരോ മെസ്സേജും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗം വരണമെന്നില്ല. ചില മെസ്സേജ് കേൾക്കുമ്പോൾ ചിലർക്ക് അത് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അവരത് മനസ്സിലാക്കണം, ഞാൻ ഈ മേഖലയിലാണ് പെട്ടുകിടക്കുന്നത് അല്ലെങ്കിൽ തോറ്റ് കിടക്കുന്നത്. അവർ ആ മേഖല പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെ ക്ലിയർ ചെയ്താൽ അവരുടെ ആത്മീയ വളർച്ചയുടെ ആ തടസ്സം മാറിക്കിട്ടും. അങ്ങനെ മാറുമ്പോൾ അവരുടെ തൊഴിൽ മേഖലയും കാര്യങ്ങളെല്ലാം ദൈവം സ്വപ്നത്താലും ദർശനത്താലും കാണിച്ചൊക്കെ തരുന്നത് അവർക്കത് മനസ്സിലാകും. എന്നിട്ട് ആ മനസ്സിലാക്കിയതിന് ശേഷം അവർ ആ ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് മാറി ഈ ദൈവം കാണിച്ചെന്ന ഫീൽഡിലേക്ക് മാറേണ്ടതാകുന്നു. അങ്ങനെ ചെയ്താൽ അവരുടെ ഉയർച്ച വളരെ പെട്ടെന്നായിരിക്കും. പക്ഷെ പലരും വിചാരിക്കും, ഇനിയും കഷ്ടം, ഇതൊക്കെ നടക്കുമോ, ഈ പറയുന്നത് പോലെയൊക്കെ ആയവൻ എത്ര സമയമെടുക്കും? ശരിക്കും വലിയ സമയം വേണ്ട. നമ്മളൊന്ന് ഉത്സാഹിച്ച് ഒന്ന് ഒരു വിൽ പവറോട് കൂടി ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ബ്ലോക്ക് മാറും.
കാരണം നിങ്ങൾ ആൾറെഡി ആത്മീയ വളർച്ച ഉള്ള വ്യക്തികളാണ്. അവർക്ക് ഈ സത്യദൈവത്തെ അന്വേഷിക്കാനും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലേക്ക് അന്വേഷിച്ച് സത്യങ്ങൾ കണ്ടെത്തണം എന്ന മനസ്സ് വരാനും ഒക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾ ആൾറെഡി ആത്മീയ വളർച്ച അല്പം ഉള്ള ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി വളരെ പെട്ടെന്ന് സംഭവിക്കും. പക്ഷേ ഈ ചെറിയ ചെറിയ ബ്ലോക്കുകൾ കാരണം നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്താണ് നെഗറ്റീവ് ശക്തികൾ കുടുക്കിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ അടിമപ്പെട്ട് കിടക്കുന്നതായിരിക്കും നിങ്ങളുടെ ബാക്കി വളർച്ചയ്ക്ക് തടസ്സം. അപ്പൊ ആ ഒരു തടസ്സം മാത്രം നീക്കിയാൽ മതി. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഞാനീ പറയുന്ന എല്ലാം അവന്റെ തടസ്സമായിരിക്കില്ല, അതിൽ 1-2 കാര്യങ്ങളിലായിരിക്കും അവൻ തടസ്സപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ അത് കണ്ടെത്തുക. ഞാനീ പറയുമ്പോൾ ആ മറ അങ്ങ് നീങ്ങും. അതാണ് പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അവരെ അകത്ത് പെട്ടെന്നൊരു വെട്ടം വന്നതുപോലെ അവരുടെ ചിന്താഗതി മൊത്തം മാറുന്നു. കാരണം അവർക്ക് വേണ്ട ആ കാര്യമായിരിക്കും, ആ ഒരു മരുന്നായിരിക്കും എന്നിലൂടെ അവർക്കത് കിട്ടിയത്. അതേപോലെ ഇത് ലഭിച്ചിട്ട് പെട്ടെന്നൊരു ചേഞ്ച് നടത്തിയാൽ നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തുറന്നു വരും. പക്ഷേ ഇതിന് സമയമാവുമല്ലോ, സമയം എടുക്കുമല്ലോ എന്ന് അടുത്ത നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രലോഭനം തരും. പക്ഷെ അത് വിശ്വസിക്കരുത്. പെട്ടെന്ന് നടക്കും, ശ്രമിച്ചാൽ നടക്കും. കാരണം 20, 30, 40 വർഷം കൊണ്ടേ തൊഴിൽ മേഖലയിൽ ഒരു എഴുന്നേറ്റവും ഇല്ല, കഷ്ടം എന്ന് പറഞ്ഞ വ്യക്തികൾ എന്നെ ഫോൺ ചെയ്യാറുണ്ട്. അപ്പൊ ചിന്തിച്ചു വേണം, 40 വർഷം കൊണ്ടേ നിങ്ങൾ കഷ്ടത്തിലാണ്. പക്ഷെ ഈ ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച, ചിലപ്പോൾ 1 മാസമൊക്കെ കൊണ്ട് നിങ്ങൾ ഉയർന്നു വന്നെന്നിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ടല്ലേ? അപ്പോൾ 1 മാസം അല്ലെങ്കിൽ ഒരാഴ്ച, 2 മാസവും കൂടെ ഒന്നും കൂടെ കഷ്ടപ്പെടുക. ഒന്ന് കഷ്ടപ്പെട്ട ഇനിയുള്ള കഷ്ടം എന്ന് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മൾ ശ്രമിച്ച് ചെയ്യുന്നതാണ്. എവിടെയൊക്കെയോ നിങ്ങൾ ദുശീലങ്ങളാലും അല്ലെങ്കിൽ എവിടെയോ എന്തോ താല്പര്യത്താൽ കുടുങ്ങി കിടപ്പുണ്ട്. ഏതെങ്കിലും ഭൗതിക മേഖലയിലായിരിക്കും കുടുങ്ങി കിടക്കുന്നത്. ആ മേഖല കണ്ടെത്തി ഒന്ന് അഴിച്ചു കിട്ടിയാൽ നിങ്ങളുടെ ആത്മാവ് പെട്ടെന്ന് വളർന്നു കയറി വരും. കാരണം ഈ ആത്മാവ് ഇങ്ങനെ വിമിഷ്ടടിച്ച് നിൽക്കുകയാണ് ഒന്ന് വളരാൻ വേണ്ടി. അപ്പൊ നിങ്ങളൊന്ന് സഹായിച്ചാൽ പെട്ടെന്ന് കയറി വരും. ഇങ്ങനെ കയറി വന്നിട്ട് ശരിക്കും നിങ്ങളുടെ തൊഴിൽ മേഖല ദൈവത്തിൽ നിന്നും എന്താണെന്ന് കറക്റ്റായി മനസ്സിലാക്കിയെടുക്കുക. മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇത് ശരിയാണെങ്കിലേ എനിക്കിത് കിട്ടാവൂ. കാര്യം ഇപ്പൊ തൊഴിൽ മേഖല കിട്ടിയാലും ഈ തൊഴിലിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അടുത്തത് നമ്മൾ ചെന്ന് സ്വന്തം ബുദ്ധിയാൽ ചിലപ്പോൾ ചാടി വീഴുന്നു കളയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ തൊഴിൽ മേഖല ഇപ്പോൾ ഇന്നൊരു ബിസിനസ് ആണെന്ന് കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മൾ കയറി ചിലപ്പോൾ ഏതെങ്കിലും കിട്ടുന്ന ഒരു കട അങ്ങ് വാടകയ്ക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ പെട്ടെന്ന് കയറി ജോലിക്ക് പോവുകയോ അങ്ങനെ ചെയ്യരുത്. അതും ദൈവത്തോട് തന്നെ ചോദിക്കണം. കാരണം നമ്മൾ സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ദർശനത്തിലൂടെയോ നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്നതായിട്ടോ ദൈവം കാണിച്ചു തന്നാൽ ചാടിക്കേറി അതിന് പൊക്കളയരുത്. ഇത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴും ദൈവഹിതമാണെങ്കിലേ അത് നടക്കാവൂ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊള്ളണം. എങ്കിലേ അത് കറക്റ്റായിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ ഈ തൊഴിൽ മേഖലയിലൂടെ നമ്മളെ കുരുക്കാൻ വേണ്ടി നെഗറ്റീവ് ശക്തികൾ വേറെ ചില കളികൾ കളിച്ചെന്നിരിക്കും. അപ്പൊ ഇതും ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് കഷ്ടങ്ങൾ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്ന ഒരു എഴുന്നേറ്റം ഇല്ലെങ്കിൽ, അങ്ങനത്തെ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മീയ വളർച്ച അല്പമെങ്കിലും ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് സ്വപ്നങ്ങളോ എന്തെങ്കിലും, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ശ്രമിച്ച് ആത്മാവിനെ ഒന്നുകൂടെ പവർഫുൾ ആക്കൂ. നിങ്ങളുടെ തൊഴിൽ മേഖലയും അതിനുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് തന്നെ തെളിഞ്ഞു വരും. ഓക്കെ.